ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ നിസ്കാരം പലപ്പോഴും പല കറാഹത്തുകളും സംഭവിക്കുന്നത് കൊണ്ട് അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം നാം അറിയാതെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. കറാഹത്തുകൾ ധാരാളം വരുന്നത് കൊണ്ട് തന്നെ പ്രതിഫലം കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിസ്കാരത്തിൽ വരുന്ന കറാഹത്തുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അത്തരത്തിൽ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന കറാഹത്തുകളെ നമുക്ക് ഉപേക്ഷിച്ച് പരിപൂർണമായ സുന്നത്തുകൾ എടുത്തുകൊണ്ട് സമ്പൂർണമായ ഒരു നിസ്കാരം നമുക്ക് നിസ്കരിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്ന ധാരാളം കറാഹത്തുകളുണ്ട്. അവയിൽ ഒന്നാണ് അശുദ്ധി. മൂത്രമൊഴിക്കാനുണ്ട്, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനുണ്ട്, അതിനുള്ള ശക്തമായ ആവശ്യം ഉണ്ടായിരിക്കെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് കറാഹത്താണ്. ആ ആവശ്യം നിർവഹിച്ചതിന് ശേഷമാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അതുപോലെ തന്നെ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്, നമുക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണത്തിലേക്ക് അതിയായ ആഗ്രഹമുണ്ട്, എന്നാൽ അത് കഴിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുകയല്ല വേണ്ടത്. അത് കഴിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ്. അവിടെ നിസ്കാരം ഖളാ ആകുമോ ഇല്ല എന്നുള്ളതൊക്കെ നോക്കേണ്ടതുണ്ട്. നിസ്കാരം ഖളാ ആവുകയൊന്നും ഇല്ല എങ്കിൽ ഭക്ഷണം ആദ്യം കഴിക്കുകയാണ് വേണ്ടത്, വെള്ളം ആദ്യം കുടിക്കുകയാണ് വേണ്ടത്, എന്നിട്ടാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെയല്ല എങ്കിൽ നമ്മുടെ നിസ്കാരത്തിൽ ഇഖ്ലാസ് കുറയും, ഖുശൂ കുറയും, ഭക്ഷണത്തെക്കുറിച്ചുള്ള ആലോചനകളും ചിന്തകളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശപ്പകറ്റി ദാഹം ശമിപ്പിച്ചതിന് ശേഷമാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അതുപോലെ തന്നെ ശക്തമായ ഉറക്കുള്ള സമയം നിസ്കാരത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് കറാഹത്താണ്. ഒരൽപ്പം വിശ്രമിച്ചാൽ ശരീരത്തിന് ഒരു ഉണർവ് ലഭിക്കും. അങ്ങനെയെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങിയതിന് ശേഷം നിസ്കരിച്ചാൽ മതിയാകുന്നതാണ്. ശക്തമായ ഉറക്കത്തോടുകൂടെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് കറാഹത്താകുന്നു. ഇനി നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും സംഭവിക്കുന്ന കറാഹത്തുകൾ പരിചയപ്പെടാം. അനാവശ്യമായി ഒരു കാരണവും ഇല്ലാതെ തൂണിലേക്കോ ചുമരിലേക്കോ ചാരി നിൽക്കുക എന്നുള്ളതും ചാരി ഇരിക്കുക എന്നുള്ളതും കറാഹത്താണ്. അതേസമയം പടുവൃദ്ധനായ വ്യക്തി, അദ്ദേഹത്തിന് നിൽക്കണമെങ്കിൽ തൂണിലേക്കോ ചുമരിലേക്കോ ചാരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹം തൂണിലേക്കോ ചുമരിലേക്കോ ചാരി ഇരുന്നു കൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. കാരണം നിൽക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഫർളാണ്. അത് കഴിവിന്റെ പരമാവധി മറ്റുള്ളവരുടെ സഹായം ആവശ്യമെങ്കിൽ അങ്ങനെയെങ്കിലും നിന്നുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. ഒരാവശ്യവും ഇല്ലാതെ മറ്റുള്ളതിലേക്ക് ചാരി നിൽക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ കറാഹത്താകുന്നു. ഒരു കാലിൽ മാത്രം നിൽക്കുക എന്നുള്ളതും കറാഹത്താകുന്നു. നിസ്കരിക്കുന്നതിനിടയിൽ ഒരു കാല് ഉയർത്തി വെക്കുക, അത് കറാഹത്താകുന്നു. നിസ്കാരത്തിന്റെ പ്രതിഫലം കുറഞ്ഞുകൊണ്ടിരിക്കും, അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും പലരിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു കാല് അല്പം മുന്നോട്ട് വെക്കും. അത് കറാഹത്താണ്. രണ്ട് കാലും ഒരേ സ്റ്റേജിലാണ്, ഒരേ രൂപത്തിലാണ് വെക്കേണ്ടത്. ഒരു കാലൽപ്പം മുന്നിട്ട് വെക്കുക, അല്ലെങ്കിൽ മറ്റേ കാലം അല്പം പിറകോട്ട് വെക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ കറാഹത്താകുന്നു. മറ്റൊരു കറാഹത്താണ്, കൂടുതലും ആളുകൾ ചെയ്യാറുള്ള ഒന്നാണ്, രണ്ട് കാലുകളും പരസ്പരം ചേർത്തി വെക്കുക എന്നുള്ളത് കറാഹത്താണ്. നിൽക്കുന്ന സമയത്ത് രണ്ട് കാലുകളും പരസ്പരം അകറ്റി വെക്കുക എന്നുള്ളതാണ് സുന്നത്തായ രൂപം. ഒരു ചാൺ അകലെയെങ്കിലും അകറ്റിയിട്ടായിരിക്കണം രണ്ട് കാലുകളും വെക്കേണ്ടത്. എന്നാൽ ആ രണ്ട് കാലുകളും ചേർത്ത് വെക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ നൃത്തത്തിൽ സംഭവിക്കുന്ന കറാഹത്താകുന്നു. ഖിറാഅത്തിൽ സംഭവിക്കുന്ന കറാഹത്തുകളെ നമുക്ക് പറഞ്ഞു നോക്കാം. ഓതുന്ന സമയത്ത്, സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്തും സൂറത്തുകൾ ഓതുന്ന സമയത്തും ധാരാളം കറാഹത്തുകൾ സംഭവിക്കാറുണ്ട്. ആ കറാഹത്തുകളൊക്കെ നാം ഉപേക്ഷിക്കേണ്ടതാകുന്നു. ഒന്ന്, ഖിറാഅത്തിന്റെ വേളയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കറാഹത്താണ് അഊദു ഉപേക്ഷിക്കുക എന്നുള്ളത്. നാം സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അഊദു ഓതൽ സുന്നത്തുണ്ട്. അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. അത്
തറാവീഹിലൊക്കെ ആകുമ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഉണർത്തിയതാണ്, 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ ആ 20 റക്അത്തിലും അവൻ ഫാത്തിഹ ഓതുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ 20 കറാഹത്തുകളാണ് സംഭവിക്കുന്നത്. കറാഹത്ത് ചെയ്തു എന്ന് കരുതി കുറ്റം ലഭിക്കും എന്നല്ല, എന്നിരുന്നാലും നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ, പരിപൂർണമായ പ്രതിഫലം നഷ്ടപ്പെടാൻ അത് കാരണമാകും. കറാഹത്തുകൾ നാം ചെയ്യേണ്ടതല്ല, ഉപേക്ഷിക്കേണ്ടതാകും. അതുകൊണ്ട് ഫാത്തിഹ ഓതുന്ന സമയത്ത് അഊദു ഓതുകയാണ് വേണ്ടത്, അതൊരിക്കലും ഉപേക്ഷിക്കരുത്. മറ്റൊരു കറാഹത്താണ് സൂറത്ത് ഒഴിവാക്കുക എന്നുള്ളത്. പല ആളുകളും സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് സൂറത്തുകൾ ഓതാറില്ല. ചെറിയ സൂറത്തെങ്കിലും ഓതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്, അത് ഉപേക്ഷിക്കാൻ പാടില്ല. റവാത്തിബ് നിസ്കരിക്കുന്ന സമയത്തും ളുഹ, തഹജ്ജുദ് പോലെയുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്ന സമയത്തുമൊക്കെ ഏതെങ്കിലും 2 സൂറത്തുകൾ ഓതേണ്ടതാകുന്നു. സൂറത്ത് ഉപേക്ഷിക്കുക എന്നുള്ളത് കറാഹത്തായ കാര്യമാകുന്നു. സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ നിശ്ചിത സൂറത്തുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നിശ്ചയിക്കപ്പെടാത്തിടത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഖുൽ ഹുവല്ലാഹു എന്നുള്ള സൂറത്തും നമുക്ക് ഓതാവുന്നതാണ്. അതുപോലെ തന്നെ ഫാത്തിഹയേക്കാൾ സൂറത്തിനെ മുന്തിക്കുക എന്നുള്ളത് കറാഹത്താണ്. ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പ് സൂറത്ത് ഓതുക എന്നുള്ളത് കറാഹത്താണ്. അതുപോലെ തന്നെ ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്ന മഅ്മൂം സൂറത്ത് ഓതുക എന്നുള്ളതും കറാഹത്താണ്. ചില ആളുകളൊക്കെ ഇമാമ് ദീർഘമായ സൂറത്തുകൾ ഓതുമ്പോൾ മഅ്മൂമ് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി മഅ്മൂമിന്റെ ഡ്യൂട്ടി ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുക എന്നുള്ളതാണ്. ആ കേൾക്കുന്നതിന്റെ പകരം ഇമാമ് ഓതലോട് കൂടെ ഇമാമിനോട് കൂടെ ഓതുന്ന ചില ആളുകളെ എങ്കിലും കാണാറുണ്ട്. അത് ചെയ്യാൻ പാടില്ല, അത് കറാഹത്താണ്. ഇമാമ് സൂറത്ത് ഓതുന്ന സമയത്ത് അത് കേൾക്കുക എന്നുള്ളതാണ് മഅ്മൂമിന്റെ ഡ്യൂട്ടി. മഅ്മൂമ് സൂറത്ത് ഓതേണ്ടതില്ല. അതേസമയം ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കാത്ത മഅ്മൂമാണ് എങ്കിൽ, വലിയ പള്ളിയാണ്, മൈക്ക് ഉപയോഗിക്കുന്നില്ല, ഇമാം ഓതുന്ന സൂറത്തോ ഫാത്തിഹയോ ഒന്നും കേൾക്കുന്നില്ല, അത്തരം ഘട്ടത്തിൽ മഅ്മൂമിന് സൂറത്ത് ഓതാം. അതേസമയം ഇമാം സൂറത്ത് ഓതുന്നത് കേൾക്കുന്നുവെങ്കിൽ അവിടെ മഅ്മൂമ് സൂറത്ത് ഓതാതിരിക്കലാണ് സുന്നത്ത്. ഓതുക എന്നുള്ളത് കറാഹത്താകുന്നു. അതുപോലെ തന്നെ ഇമാം മഅ്മൂമുമായി നിസ്കരിക്കുന്ന വേളയിൽ ളുഹ്ർ അസ്ർ പോലെയുള്ള നിസ്കാരങ്ങളിൽ ഇമാമ് മെല്ലെയാണല്ലോ ഓതാറുള്ളത്. അത്തരം നിസ്കാരങ്ങളിൽ ഇമാമ് ഫാത്തിഹയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മഅ്മൂമ് ഫാത്തിഹയിൽ പ്രവേശിക്കുക എന്നുള്ളത് കറാഹത്താണ്. അത് മഗ്രിബ്, ഇശാ, സുബ്ഹി ഏത് നിസ്കാരത്തിലാണെങ്കിലും ഉറക്കയോതുന്ന നിസ്കാരങ്ങളിൽ സാധാരണഗതിയിൽ ഇമാമ് ഫാത്തിഹ ഓതിയതിന് ശേഷമാണ് നാം ഓതാറുള്ളത്. അതേസമയം ഇമാമ് ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് നമ്മൾ ഫാത്തിഹയിൽ പ്രവേശിക്കുക എന്നുള്ളത്, ഇമാമ് ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് നാം ഫാത്തിഹ തുടങ്ങുക എന്നുള്ളത് കറാഹത്താകുന്നു. അത് ളുഹ്റാണെങ്കിലും അസ്റാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏകദേശം ഇമാമ് ഫാത്തിഹ തുടങ്ങി എന്ന് നമുക്ക് ഒരു മികച്ച ധാരണ വന്നതിന് ശേഷമാണ് നാം ഫാത്തിഹ തുടങ്ങേണ്ടത്. ഇമാമിന്റെ മുമ്പ് ഫാത്തിഹ തുടങ്ങലും ഇമാമിനോട് കൂടെ ഒന്നിച്ച് ഫാത്തിഹ ഓതുക എന്നുള്ളതും കറാഹത്താകുന്നു. അതുപോലെ തന്നെ മറ്റൊരു കറാഹത്താണ് പതുക്കയോതുന്ന സ്ഥലങ്ങളിൽ ഉറക്കയാക്കുക എന്നുള്ളതും ഉറക്കയോതേണ്ട സ്ഥലങ്ങളിൽ പതുക്കയാക്കുക എന്നുള്ളതും കറാഹത്താകുന്നു. അതുപോലെ തന്നെ അമിതമായ രൂപത്തിൽ ശബ്ദം ഉയർത്തുക എന്നുള്ളതും കറാഹത്താകുന്നു. തൊട്ടടുത്ത് ഉറങ്ങുന്നവനെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ തൊട്ടടുത്ത് നിസ്കരിക്കുന്നവനെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ ശബ്ദം ഉറക്കയാക്കി ഖുർആൻ ഓതുന്നത് പോലും നിഷിദ്ധമാണ്. നാം നിസ്കാരത്തിലല്ലാതെ ഖുർആൻ ഓതുമ്പോൾ ഉറങ്ങുന്നവനെ ശല്യപ്പെടുത്താൻ പാടില്ല, തൊട്ടടുത്ത് നിസ്കരിക്കുന്നവനെ ശല്യം ചെയ്യാൻ പാടില്ല. മിതമായ ശബ്ദത്തിലായിരിക്കണം നാം ഓതേണ്ടത്. മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രൂപത്തിൽ നിസ്കാരത്തിൽ നാം ശബ്ദം ഉയർത്താൻ പാടുള്ളതല്ല. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും മഗ്രിബ്, ഇശാ പോലെയുള്ള നിസ്കാരങ്ങളൊക്കെ അല്പം ശബ്ദം ഉയർത്തി ഓതൽ സുന്നത്തുണ്ട്. അത് അമിതമായി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ശബ്ദം ഉയർത്തുക എന്നുള്ളത് കറാഹത്താകുന്നു. ഇനി റുക്കൂഇലെയും സുജൂദിലെയും കറാഹത്തുകളെ നമുക്കൊന്ന് നോക്കാം. സാധാരണഗതിയിൽ പലരിൽ നിന്നും സംഭവിക്കുന്ന ചില കറാഹത്തുകൾ മാത്രം നമുക്ക് പറഞ്ഞു നോക്കാം. അഖല്ലു റുക്കൂഇന്റെ മേൽ ചുരുക്കുക എന്നുള്ളത് കറാഹത്താണ്. അതായത് ചുരുങ്ങിയ രൂപത്തിലുള്ള റുക്കൂഇനെ നാം നേരത്തെ ചർച്ച ചെയ്തു. ഏതാണ് ചുരുങ്ങിയ രൂപത്തിലുള്ള റുക്കൂഅ്? ഒരാളുടെ 2 കൈവെള്ളകൾ, ഉള്ളം കൈ
ചെറുതായിട്ടൊന്ന് കുനിഞ്ഞ് അവന്റെ കാൽമുട്ടില് എത്തുന്നതിന് വേണ്ടി എത്രമാത്രം കുനിയണം, ആ ഒരു കുനിയൽ, അതാണ് ചുരുങ്ങിയ റുക്കൂഅ്. സമ്പൂർണമായ റുക്കൂഅ് അവന്റെ മുതുകും അവന്റെ പുറംഭാഗവും ഊരയും തലയും എല്ലാം നേരെ വരുന്ന രൂപത്തിൽ പൂർണ്ണമായി കുനിയുന്നതാണ് സമ്പൂർണമായ റുക്കൂഅ്. എന്നാൽ അഖല്ലു റുക്കൂഇന്റെ മേൽ പരിമിതപ്പെടുത്തുക എന്നുള്ളത് കറാഹത്താണ്. അഖല്ലു റുക്കൂഅ്, അതായത് ചുരുങ്ങിയ റുക്കൂഅ് ചെയ്താലും നിസ്കാരം ശരിയാകുമെങ്കിലും അത് അങ്ങനെ ചെയ്യുക എന്നുള്ളത്, കാരണമില്ലാതെ അങ്ങനെ ചെയ്യുക എന്നുള്ളത് കറാഹത്താണ്. ചില ആളുകൾ ഊരവേദന കൊണ്ടോ കാൽമുട്ട് വേദന കൊണ്ടോ പൂർണ്ണമായ രൂപത്തിൽ കുനിയുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അത്തരക്കാരെ പറ്റിയല്ല പറയുന്നത്. ഒരു പ്രയാസവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ ഒരു രൂപത്തിൽ കുനിയുക എന്നുള്ളത് കറാഹത്തായ കാര്യമാകുന്നു. അതുപോലെ തന്നെ ഇമാമായി നിസ്കരിക്കുന്ന സമയത്ത് ദീർഘനേരം റുക്കൂഅ് ചെയ്യുക എന്നുള്ളതും ദീർഘനേരം സുജൂദ് ചെയ്യുക എന്നുള്ളതും കറാഹത്താണ്. ഇമാമിന് 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന റുക്കൂഇലെ ദിക്റും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന സുജൂദിലെ ദിക്റും 3 പ്രാവശ്യം വർദ്ധിപ്പിക്കുന്നതിന് മഅ്മൂമീങ്ങളുടെ സമ്മതം ലഭിക്കേണ്ടതുണ്ട്. മഅ്മൂമീങ്ങൾ ഒന്നിരിക്കൽ വാക്കുകൊണ്ട് പറയണം, നിങ്ങൾ എത്രയും ദീർഘിപ്പിച്ച് നിസ്കരിച്ചോളൂ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അവർ സമ്മതം തരണം. അത് തന്നെ വേറെ പുറത്തു നിന്ന് ഒരാളും കയറി വരാൻ സാധ്യതയില്ലാത്ത രൂപത്തിലുള്ള ഏതോ നാട്ടിൻപുറത്തിന്റെ ഉൾപ്രദേശത്തുള്ള പള്ളി, നിശ്ചിത വീട്ടുകാർ മാത്രം ജമാഅത്തിന് പങ്കെടുക്കുന്ന പള്ളി, ആ പള്ളിയിലെ ക്ലിപ്തമാക്കപ്പെട്ട മഅ്മൂമീങ്ങൾ അവർ പറയണം, നിങ്ങൾ ദീർഘിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെയുള്ള ഇമാമിന് മാത്രമാണ് 3 പ്രാവശ്യത്തിലധികം റുക്കൂഇലെയും സുജൂദിലെയും ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ അനുവാദമുള്ളൂ. അതല്ലാത്ത വഴിയോര പള്ളികളിലെ ഇമാമും ഇത്തരത്തിൽ സമ്മതം ലഭിക്കാത്ത ഇമാമും ആ ഇമാമും 3 പ്രാവശ്യത്തിലധികം ദിക്റുകൾ, സുജൂദിലെയും റുക്കൂഇലെയും ദിക്റുകൾ ദീർഘിപ്പിക്കാൻ പാടില്ല. സുജൂദിൽ മൂക്ക് വെക്കുക എന്നുള്ളത് സുന്നത്താണ്. അതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് കറാഹത്താണ്. നെറ്റി വെക്കലാണ് നിർബന്ധം, മൂക്കും കൂടെ വെക്കുക എന്നുള്ളത് സുന്നത്താണ്. മൂക്ക് വെക്കാതിരിക്കുക എന്നുള്ളത് കറാഹത്താകുന്നു. തശഹ്ഹുദിൽ വരുന്ന ധാരാളം കറാഹത്തുകളുണ്ട്. ഒരു കറാഹത്താണ് ഒന്നാമത്തെ അത്തഹിയ്യാത്തിന് ശേഷം ദുആ ചെയ്യുക എന്നുള്ളത് കറാഹത്താണ്. ഒന്നാമത്തെ അത്തഹിയ്യാത്തിന് ശേഷം ദുആ ഇല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുകയാണ് വേണ്ടത്. എന്നാൽ 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഈ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം അവൻ വീണ്ടും ദുആ ചെയ്യുക എന്നുള്ളത്, അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു പോലെയുള്ള ദുആ ചൊല്ലുക എന്നുള്ളത് കറാഹത്താണ്. അതേസമയം ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മഅ്മൂമ് വേഗം അത്തഹിയ്യാത്ത് ഓതിത്തീരും, ഇമാമ് അത്തഹിയ്യാത്ത് ഓതി കഴിഞ്ഞിട്ടുണ്ടാകില്ല. അത്തരം ഘട്ടങ്ങളിൽ മഅ്മൂമ് അത്തഹിയ്യാത്തും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം ദുആയിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല. കാരണം അദ്ദേഹം മഅ്മൂമ് ഇമാമിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമാമിന്റെ അത്തഹിയ്യാത്ത് തീരുന്നത് വരെ നമുക്ക് വേണമെങ്കിൽ ദുആ ചെയ്യാവുന്നതാണ്. അല്ലാത്ത ഘട്ടത്തിൽ 1-ാമത്തെ അത്തഹിയ്യാത്തിൽ ദുആ ചെയ്യുക എന്നുള്ളത് കറാഹത്താകുന്നു. 1-ാമത്തെ അത്തഹിയ്യാത്ത് ഈ ഒരു അത്തഹിയ്യാത്തും സ്വലാത്തും ചൊല്ലാനുള്ള സമയത്തേക്കാൾ ദീർഘിപ്പിക്കുക എന്നുള്ളതും കറാഹത്താകുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് വലത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ ഉയർത്തുക എന്നുള്ളത് സുന്നത്താണ്. ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ ഉയർത്തുക എന്നുള്ളത് കറാഹത്താകുന്നു. വലത്തെ കൈയിന്റെ ചൂണ്ടുവിരലാണ് ഉയർത്തേണ്ടത്. അതുപോലെ തന്നെ അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം ദുആ ചെയ്യുക എന്നുള്ളത് സുന്നത്തുണ്ട്. ആ ദുആഇനെ ഉപേക്ഷിക്കുക എന്നുള്ളത് കറാഹത്താകുന്നു. അവസാനത്തെ അത്തഹിയ്യാത്ത് നമുക്ക് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് പലപ്പോഴും അവസാനത്തെ അത്തഹിയ്യാത്ത്, അതായത് സലാം വീട്ടേണ്ടതായ അത്തഹിയ്യാത്തിനാണ് അവസാനത്തെ അത്തഹിയ്യാത്ത് എന്ന് പറയുന്നത്. തറാവീഹിലൊക്കെ ചില ആളുകൾ മനസ്സിലാക്കി 20-ാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്ത് മാത്രമാണ് അവസാനത്തെ അത്തഹിയ്യാത്ത്. അല്ല, ഓരോ 2 റക്അത്തും നിസ്കരിക്കുമ്പോൾ നാം സലാം വീട്ടുന്ന 2-ാമത്തെ റക്അത്തിൽ നാം ഇരിക്കുന്ന അത്തഹിയ്യാത്ത് അവസാനത്തെ അത്തഹിയ്യാത്താണ്. ആ അവസാനത്തെ അത്തഹിയ്യാത്തിൽ സ്വലാത്തിന് ശേഷം ദുആ ചെയ്യേണ്ടതുണ്ട്. ആ ദുആഇനെ ഉപേക്ഷിക്കുക എന്നുള്ളത് കറാഹത്താണ്. അവിടെ അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് തുടങ്ങുന്ന ദുആ നാം ചൊല്ലേണ്ടതുണ്ട്. ഫത്ഹുൽ മീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം ഈ ദുആഇന്റെ അവസാന ഭാഗത്തുള്ള അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ
വമിൻ അദാബിന്നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്നുള്ള ദുആ അത് ഉപേക്ഷിക്കൽ കറാഹത്താകുന്നു. അത് ഓതുക എന്നുള്ളത് ശക്തിയായ സുന്നത്താകുന്നു. ചില ആളുകളൊക്കെ ആ ദുആ ചൊല്ലണം എന്ന്, ചൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞവർ വരെയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തഹിയ്യാത്തിന്റെ അവസാന ഭാഗത്തുള്ള അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ എന്ന് തുടങ്ങുന്ന ദുആ നാം ഒരിക്കലും തന്നെ ഉപേക്ഷിക്കാൻ പാടില്ല. തറാവീഹ് ഒക്കെ നിസ്കരിക്കുന്ന സമയത്ത് അത്തഹിയ്യാത്ത് ഓതി പിന്നീട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്ത് പൂർണ്ണമാക്കാൻ സമയമില്ല എങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന സ്വലാത്തിന് ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിന്നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന ദുആ നിർബന്ധമായും നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. കാരണം അത് ഉപേക്ഷിക്കൽ കറാഹത്താകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണിത്. എന്താണ് നാം അതിൽ പറയുന്നത്? ഒന്ന്, ഖബറിന്റെ അദാബിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, പടച്ച റബ്ബേ നിന്നോട് ഖബർ ശിക്ഷയെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിന്നാർ, നരക ശിക്ഷയിൽ നിന്നും കാവൽ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യാ, ജീവിതത്തിൽ വരുന്ന സകല ഫിത്നകളിൽ നിന്നും കാവൽ ചോദിക്കുന്നു. വൽ മമാത്, മരണത്തിന്റെ നേരത്തുള്ള ഫിത്നയിൽ നിന്നും കാവൽ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും കാവൽ ചോദിക്കുന്നു. ഈ 5 കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ടുള്ള ദുആ വളരെയേറെ ശക്തിയായ സുന്നത്താണ്. അത് ഉപേക്ഷിക്കൽ കറാഹത്ത് കൂടെയാകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണത്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖബറിന്റെ അദാബ് എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നാം കാവൽ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഖബർ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പരലോകത്തെ മറ്റു ഘട്ടങ്ങളെല്ലാം നാം രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഖബർ വളരെ ഗൗരവമുള്ള ഒന്നാണ്, ഓരോരുത്തർക്കും അനുഭവിക്കേണ്ട ഒന്നാണ്. അവിടെ അദാബുണ്ട്, രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് കാവൽ ലഭിക്കണം. ആ കാവൽ ലഭിക്കാൻ വേണ്ടി നിസ്കാരത്തിലെ അവസാനത്തെ അത്തഹിയ്യാത്തിൽ പ്രത്യേകം ദുആ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്, ഉപേക്ഷിക്കൽ കറാഹത്താണ്. അതുപോലെ തന്നെ നരകശിക്ഷ, അതിൽ നിന്നും കാവൽ ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിന്നാർ, അത് കഴിഞ്ഞാൽ വമിൻ ഫിത്നത്തിൽ മഹ്യാ, ജീവിതത്തിലെ സർവ്വ ഫിത്നകളിൽ നിന്നും കാവൽ ചോദിക്കുന്നു. വൽ മമാത്, മരണനേരത്തുള്ള ഫിത്നയിൽ നിന്നും കാവൽ ചോദിക്കുന്നു. ജീവിക്കുന്ന ഘട്ടത്തിൽ ധാരാളം ഫിത്നകളിൽ നാം അകപ്പെടാറുണ്ട്. ആ ഫിത്നകളിൽ നിന്നെല്ലാം കാവൽ ചോദിച്ചുകൊണ്ടുള്ള ദുആ. മരണഘട്ടത്തിൽ പലപ്പോഴും പല അദാബുകളും പല ഫിത്നയിലും മനുഷ്യർ അകപ്പെടും. പ്രത്യേകിച്ച് മരിക്കുന്ന സമയത്തും നാം ദാഹിച്ചു വലയുന്ന ആ നേരത്ത് ഇബ്ലീസുൽ ലഈൻ വെള്ളപ്പാത്രവുമായി വരും. ഞാൻ റബ്ബാണ് എന്ന് നീ വിശ്വസിക്കുകയാണ് എങ്കിൽ ഞാൻ നിനക്ക് വെള്ളം തരാം എന്ന് പറഞ്ഞ് നമ്മുടെ ഈമാൻ ഫസാദാക്കുന്ന ഏറ്റവും വലിയ ഫിത്നയാകുന്ന ഫിത്ന, ആ ഫിത്നയിൽ നിന്ന് നാം കാവൽ ചോദിക്കേണ്ടതുണ്ട്. നിസ്കാരത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ കാവൽ ചോദിക്കുന്ന ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് നാം അത് ഉപേക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നാം കാവൽ ചോദിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലിന്റെ ഫിത്നയാണ്. എല്ലാ നബിമാരും അവരുടെ സമൂഹത്തിന് ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദജ്ജാൽ ഖിയാമത്ത് നാളിലാണല്ലോ വരിക, നമ്മുടെ ഈ കാലത്തൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തിന് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ ചോദിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അവിടെ നാം ആലോചിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽക്ക് തന്നെ അത്തഹിയ്യാത്തിന്റെ അവസാന ഘട്ടത്തിൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ ചോദിച്ചിട്ടുണ്ട്. മുത്തുനബി അത് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബികളോട് അങ്ങനെ കാവൽ ചോദിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദജ്ജാൽ പല അത്ഭുതങ്ങളും കാണിക്കും. ദജ്ജാൽ ഖിയാമത്ത് നാളിന്റെ ആ അവസാന ഘട്ടത്തിൽ, ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളിൽ ഒന്നാണല്ലോ ദജ്ജാലിന്റെ പുറപ്പാട് എന്നുള്ളത്. ദജ്ജാൽ ഇറങ്ങി വന്നാൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കും. അന്നുള്ള പലരെയും ദജ്ജാൽ ഫിത്നയിൽ ആക്കും. എന്നു മാത്രമല്ല, മരിച്ചു കിടക്കുന്ന ആളുകളെ പോലും ദജ്ജാൽ ജീവിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോ ഒരു പക്ഷേ ദജ്ജാലിന്റെ ഫിത്നയിൽ നമ്മൾ പോലും അകപ്പെട്ടുകൂടായില്ല. മരിച്ചവനെ ജീവിപ്പിക്കുമ്പോ ജീവിച്ച ഈ മനുഷ്യൻ ചിന്തിക്കും,
ഇത് റബ്ബ് തന്നെയാണ് എന്ന് ചിന്തിച്ച് ദജ്ജാലിനെ റബ്ബായി ദൈവമായി കാണുകയും അതുമൂലം നമ്മുടെ ഈമാൻ ഫസാദായി പോവുകയും ചെയ്യും. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ദജ്ജാൽ കേവലം 40 ദിവസമാണ് ഈ ലോകത്ത് ജീവിക്കുക. ഈ 40 ദിവസത്തിന്റെ ഒന്നാമത്തെ ദിവസം ഒരു വർഷത്തെ ദൈർഘ്യം ഉണ്ടാകും, രണ്ടാമത്തെ ദിവസം ഒരു മാസത്തെ ദൈർഘ്യം ഉണ്ടാകും, മൂന്നാമത്തെ ദിവസം ഒരാഴ്ചത്തെ ദൈർഘ്യം ഉണ്ടാകും. ബാക്കിയുള്ള ദിവസങ്ങൾ സാധാരണ ദിവസം പോലെയായിരിക്കും. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ദജ്ജാൽ എത്തും. മക്കയിലും മദീനയിലും ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ദജ്ജാൽ എത്തുമ്പോൾ അന്നുള്ള സർവ്വ ആളുകളെയും ദജ്ജാൽ വഴിവിയപ്പിക്കും. ശക്തമായ ഈമാനുള്ളവർക്ക് മാത്രമേ ഇത് ദജ്ജാലാണ് എന്നും ദജ്ജാലിനെ ഞാൻ അനുധാവനം ചെയ്യാൻ പാടില്ല എന്നും തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർ ദജ്ജാലിന്റെ ഫിത്നയിൽ അകപ്പെട്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ ചോദിക്കുക എന്നുള്ളത് എല്ലാ ദുആയിലും നാം ഉൾപ്പെടുത്തേണ്ടതാണ്. നിസ്കാരത്തിന്റെ അവസാന ഘട്ടത്തിൽ അവസാനത്തെ തഹിയ്യാത്തിന്റെ അവസാന ഭാഗം ഈ ഒരു ദുആ നാം ഉപേക്ഷിക്കാൻ പാടില്ല. അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. പ്രത്യേകിച്ച് നമ്മുടെ തറാവീഹ് നിസ്കാരത്തിലും മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങളിലും ഒക്കെ, ഫർദ് നിസ്കാരത്തിൽ മാത്രം പോരാ, സുന്നത്ത് നിസ്കാരങ്ങളിലും ഒക്കെ ഇത്തരം ദുആകൾ കൊണ്ടുവരേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ മനസ്സിലാക്കി സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്ത് ഓതേണ്ടതില്ല, സുന്നത്ത് നിസ്കാരത്തിൽ ഈ പറയുന്ന ദുആകളൊന്നും വേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. ഫർദ് നിസ്കാരത്തിൽ ഫർളായ കാര്യങ്ങളും ഫർദ് നിസ്കാരത്തിൽ സുന്നത്തായ കാര്യങ്ങളും എല്ലാം സുന്നത്ത് നിസ്കാരങ്ങളിലും ഫർളും സുന്നത്തും തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം സുന്നത്തുകളെല്ലാം സുന്നത്ത് നിസ്കാരങ്ങളിലും നാം ശീലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിസ്കാരത്തിൽ വരുന്ന ധാരാളം കറാഹത്തുകൾ ഇനിയും ഉണ്ട്. നിസ്കാരത്തിൽ മൊത്തത്തിൽ വരുന്ന ചില കറാഹത്തുകളാണ് ആവശ്യമില്ലാതെ മുഖം കൊണ്ട് തിരിഞ്ഞു നോക്കുക എന്നുള്ളത്. നിസ്കാരത്തിൽ അത് കറാഹത്താകുന്നു. അതുപോലെ തന്നെ ആകാശത്തേക്ക് നോക്കുക എന്നുള്ളത്, അതായത് മുകൾ ഭാഗത്തേക്ക് നോക്കുക, ക്ലോക്കിലേക്ക് നോക്കുക, നിസ്കാരം തീരാറായിട്ടുണ്ടോ സമയമായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി മുകളിലോട്ട് നോക്കുക എന്നുള്ളത് കറാഹത്താകുന്നു. അതുപോലെ തന്നെ മറ്റൊരു കറാഹത്താകുന്നു, വളരെ പ്രധാനപ്പെട്ട നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വരയും കുറിയുമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താകുന്നു. അത്തരം വസ്ത്രത്തിൽ നിസ്കരിക്കുക എന്നുള്ളതും കറാഹത്താകുന്നു. അത്തരം വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്നവന്റെ പിറകിൽ നിസ്കരിക്കുക എന്നുള്ളതും കറാഹത്താകുന്നു. കാരണം നമ്മുടെ നിസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റാൻ സാധ്യതയുണ്ട്. വരയും കുറിയും ചിത്രങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഒരുപക്ഷെ അങ്ങോട്ട് ആകർഷിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടോ അത്തരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്തരം മുസല്ലകളിൽ വെച്ചുകൊണ്ടോ നിസ്കരിക്കരുത്. നിസ്കാരം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. കാരണം അങ്ങനെ നിസ്കരിക്കൽ കറാഹത്താണ്. ഇന്ന് ഇറങ്ങുന്ന പല മുസല്ലകളും പലപ്പോഴും പല ആളുകളും ഉംറക്ക് പോയി വരുന്ന സമയത്ത്, ഹജ്ജിന് പോയി വരുന്ന സമയത്തൊക്കെ നല്ല വില കൊടുത്ത് നല്ല മുസല്ലകൾ വാങ്ങും. മിക്ക മുസല്ലകളിലും ചിത്രങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ കഅബയുടെ ചിത്രം, അല്ലെങ്കിൽ പച്ചക്കുബ്ബയുടെ ചിത്രം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പള്ളികളുടെ ചിത്രം, അതല്ലെങ്കിൽ വേറെ പലതും ചിത്രങ്ങളുള്ള മുസല്ലകൾ. അത്തരം മുസല്ലകളിൽ നിസ്കരിക്കൽ കറാഹത്താകുന്നു. പരമാവധി കഅബാലയത്തിന്റെ ചിത്രമുള്ള മുസല്ലകളൊക്കെ നിലത്ത് വിരിക്കാതിരിക്കലാണ് നല്ലത്. കാരണം കഅബാലയത്തിനെ നാം ബഹുമാനിക്കേണ്ടതല്ലേ, അത് നിലത്തിടാനുള്ളതല്ലല്ലോ. അത് നിലത്തിടാതെ അത്തരം മുസല്ലകൾ ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും ചിത്രങ്ങളില്ലാത്ത മുസല്ലകളിൽ നിസ്കരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം മുസല്ലകൾ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ ആ മുസല്ലകളുടെ മുകളിൽ നല്ല വെള്ള തുണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിത്രങ്ങളും വരകളും ഇല്ലാത്തതായ മറ്റുള്ള എന്തെങ്കിലും ടർക്കിയോ എന്തെങ്കിലും ഒക്കെയായി വിരിക്കുക എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരം ചിത്രങ്ങൾ ഉള്ളതിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്ത് ആകുന്നു. അതുപോലെ തന്നെ തലമറക്കാതെ നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താകുന്നു. പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായ ഒരു കാര്യമാകുന്നു. തലമറച്ച് നിസ്കരിക്കലാണ് സുന്നത്ത്. അതേസമയം തലമറക്കാതിരിക്കുക എന്നുള്ളത് കറാഹത്താകുന്നു. റമദാനിൽ പോലും പല ആളുകളും തൊപ്പിയിടാതെ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ റമദാനിലെങ്കിലും എല്ലാവർക്കും ഒരു തൊപ്പിയുണ്ടാകും, അല്ലെങ്കിൽ ഒരു ടവലെങ്കിലും കയ്യിലുണ്ടാകും. അത് നിസ്കരിക്കുന്ന സമയത്ത് തലയിൽ വെക്കും, തലമറക്കും. അങ്ങനെ നിസ്കരിക്കുന്നതാണ് സുന്നത്ത്. അതേസമയം തലമറക്കാതെ നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ്.
അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ചുമലുകളും മറക്കുക എന്നുള്ളത് അതും സുന്നത്താണ്. തുറന്നിടുക എന്നുള്ളത് കറാഹത്താകുന്നു. കുപ്പായം ധരിക്കാതെ നിസ്കരിക്കുന്നത് കൊണ്ട് നിസ്കാരത്തിന്റെ സിഹത്തിന്, സ്വീകാര്യതക്ക് കോട്ടം പറ്റില്ല എങ്കിലും അതിന്റെ പരിപൂർണതക്ക് കോട്ടം പറ്റുന്നതാണ്. ചുമല് തുറന്നിട്ട് നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താകുന്നു. എന്തെങ്കിലും ഒരു തോർത്തുമുണ്ടോ അല്ലെങ്കിൽ വൃത്തിയുള്ള മറ്റെന്തെങ്കിലും മുണ്ടോ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ചുമല് മറക്കുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താകുന്നു. ഇങ്ങനെ പല തരത്തിൽ കറാഹത്തുകൾ വരുന്നുണ്ട്. അത്തരം കറാഹത്തുകളെല്ലാം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ചില സ്ഥലങ്ങളിൽ നിസ്കരിക്കൽ പ്രത്യേകം കറാഹത്തുണ്ട്. അതിലൊന്നാണ് വഴിയിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ്. പള്ളിയിൽ വരുന്ന പല പുരുഷന്മാർ ചിലപ്പോഴൊക്കെ വാതിലിന്റെ സമീപത്ത് വെച്ച് നിസ്കരിക്കാറുണ്ട്. പള്ളിയുടെ ഉള്ളിലേക്ക് ഒരാൾക്ക് കടക്കാൻ തടസ്സമാകുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ പള്ളിയിൽ നേരത്തെ നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാൾക്ക് പുറത്തു പോകാൻ തടസ്സമാകുന്ന രൂപത്തിൽ വാതിലിന്റെ സമീപത്ത് വെച്ച് നിസ്കരിക്കരുത്. അത് വഴിയാണ്. ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് സ്വഫിൽ മുഴുവനും ആളുകൾ നിൽക്കുന്ന സമയത്ത് അത് വഴിയായി പരിഗണിക്കുകയില്ല. അതേസമയം നാം ഒറ്റക്ക് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്തൊക്കെ അത്തരം ഭാഗങ്ങളിൽ നിന്ന് മാറി നിന്ന് ജനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള വഴിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാതിരിക്കുക, അങ്ങനെ നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താകുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളും നിസ്കാരം കറാഹത്തുള്ള സ്ഥലങ്ങൾ ഉണ്ട്. അത്തരം സ്ഥലങ്ങളിലെല്ലാം നിസ്കാരം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അത്തരം സ്ഥലങ്ങളിൽ നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ്. മത്താഫിൽ വെച്ച് നിസ്കരിക്കുക, അതായത് തവാഫ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താകുന്നു. ചില ആളുകളൊക്കെ തവാഫിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഉംറക്കൊക്കെ പോയിട്ട് വലിയ തിരക്കുള്ള സമയത്ത് ജനങ്ങൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ വന്ന് നിസ്കരിക്കും. അത് കറാഹത്താണ്. എത്ര വലിയ കറാഹത്താണ്! പലരുടെയും തവാഫ് തടസ്സമാകുന്ന രൂപത്തിൽ, തവാഫിന് ഭംഗം വരുത്തുന്ന രൂപത്തിൽ നാം അവിടെ ബ്ലോക്ക് ചെയ്ത് നിസ്കരിച്ചാൽ അതൊരു തെറ്റല്ലേ, അതൊരു കറാഹത്താണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കറാഹത്തുള്ള സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കാതിരിക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ.